നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഗോപാൽജി സൈറ്റിലെ കാര്യങ്ങളെല്ലാം എന്നെ ഏൽപ്പിച്ചു. അതൊക്കെ പണ്ടായിരിക്കും. ഇനി അങ്ങോട്ട് നിന്നെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്നേ അച്ഛന് മനസ്സിലായി കാണും. ഇനി ഒരു പ്രോജക്റ്റ് നിന്നെ ഏൽപ്പിച്ചാ നീ ചതിക്കില്ലെന്ന് ആര് കണ്ടു? ഇനി നിന്റെ സേവനം ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞാൻ ജോലി ചെയ്യുന്നത് ഗോപാൽജിക്ക് വേണ്ടി മാത്രമാ. അദ്ദേഹം പറയാതെ എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ നിർത്തില്ല. അതിന് നിനക്കിവിടെ ജോലി ചെയ്യാൻ ഒന്നുമില്ലല്ലോ. നീ ചെയ്യാറുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ ഞാനാ ചെയ്യുന്നേ. ഇപ്പൊ എല്ലാം തീരുമാനിക്കുന്ന ഞാനാ. കാര്യങ്ങൾ നീ തീരുമാനിക്കുന്നതിനോട് എനിക്ക് ഒരു വിരോധവുമില്ല. എന്നെ എന്റെ ജോലി ചെയ്യാൻ സമ്മതിച്ചാൽ മതി. പുറകിൽ നിന്ന് കുത്തുന്നവരെ ഞാൻ എന്റെ കൂടെ ജോലിക്ക് നിർത്താറില്ല. എനിക്കാരെയും ചതിക്കാനോ കൊച്ചാക്കാനോ ഉള്ള ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. എന്റെ അനിയത്തി നാട്ടുകാരുടെ മുന്നിൽ നാണം കെടരുതെന്നുള്ള ആഗ്രഹം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. സഞ്ജു അവളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന തന്നെയാണ് ശരി. അവൻ തന്നെ ആ തീരുമാനത്തിലെത്തിയപ്പോ ഞാനൊന്ന് സപ്പോർട്ട് ചെയ്തു, അത്രേ ഉള്ളൂ. നീ എന്തൊക്കെ കാര്യങ്ങളിലാ അവൾക്ക് സപ്പോർട്ട് കൊടുക്കുന്നേ? അവൾ എന്താ ചെയ്തതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. എന്റെ വീടിന്റെ മരുമകളാകാൻ വേണ്ടി ബുദ്ധിയില്ലാത്ത സഞ്ജുവിനെ അവള് വശീകരിച്ചു. എന്നിട്ട് ഒരു നാണമില്ലാതെ വയറും വീർപ്പിച്ചുകൊണ്ട് വന്ന് അവനെ ഭീഷണിപ്പെടുത്തി കല്യാണം കഴിപ്പിക്കുകയും ചെയ്തു. നീ അവസാന ഘട്ടത്തിൽ മാത്രമാണോ സപ്പോർട്ട് ചെയ്തത്? അതോ ഇവൾ ഈ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുമ്പോഴേ നീ സപ്പോർട്ട് ചെയ്തിരുന്നോ? സ്വന്തം അനിയത്തിയെ വെച്ച് ഇങ്ങനൊരു കളി കളിക്കാനും മാത്രം നാണം കെട്ടവനായിരുന്നു നീ എന്ന് എനിക്കറിയില്ലായിരുന്നു.